എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് യഥാർത്ഥത്തിൽ ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ എഡിറ്റ് ചെയ്തിടാനായിട്ട് പറ്റിയില്ല. മാർച്ച് 19 അല്ലായിരുന്നോ ഇന്നലെ? മാർച്ച് 19 യൗസേപ്പിതാവിൻ്റെ തിരുനാളായിരുന്നു ഇന്നലെ. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി വൈകുന്നേരം റെഡിയായിരിക്കുകയാണ്. അപ്പോൾ പൊന്നൂസും ഇവക്കുട്ടിയും ഞാനും ആദർശൊക്കെ റെഡിയായി. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകാറായി. അപ്പോൾ ഇന്ന് യൗസേപ്പിതാവിൻ്റെ പള്ളിയിൽ പോയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായി യൗസേപ്പിതാവിൻ്റെ പള്ളിയിലൊക്കെ പോയിട്ട്. ഞങ്ങൾ സ്ഥിരം പോണത് വടക്കേക്കോട്ട പള്ളിയിലാണ്. വടക്കേക്കോട്ട തൃപ്പൂണിത്തുറയിലുള്ള വടക്കേക്കോട്ട യൗസേപ്പിതാവിൻ്റെ പള്ളിയിലാണ് പോവാറ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങാലോ എന്ന് വിചാരിച്ചു. ആവശ്യത്തിന് കട്ടൻ ചായയും വെച്ചു, എനിക്ക് പാൽ ചായയും വെച്ചു. ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും. എത്ര പേര് പള്ളിയിലൊക്കെ പോയിന്ന് കമൻറ്റൊക്കെ ചെയ്യണം. യൗസേപ്പിതാവിൻ്റെ തിരുനാളായിട്ട് ആരൊക്കെ പള്ളിയിൽ പോയി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്ന് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഞാൻ പോവാറുണ്ട്. അതല്ലാണ്ട് വടക്കേക്കോട്ടയിൽ ഈ യൗസേപ്പിതാവിൻ്റെ പള്ളിയിലാണ് പോവാറ്. വേറെ അങ്ങനെ പോവാറില്ല. വല്ലപ്പോഴും ചൊവ്വാഴ്ച പള്ളിയിലൊക്കെ പോയാലായി. ഇടപ്പള്ളിയിലൊക്കെ വല്ലപ്പോഴേ പോകാറുള്ളൂ. മെയിനായിട്ട് ഈ വടക്കേക്കോട്ട തൃപ്പൂണിത്തുറയിൽ ഈ വടക്കേക്കോട്ട യൗസേപ്പിതാവിൻ്റെ പള്ളിയിൽ എപ്പോഴും പോകാറുണ്ട്, മിക്കപ്പോഴും. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് യൗസേപ്പിതാവിനെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഓട്ടോയ്ക്കാണ് കേട്ടോ പോണത്. ഞങ്ങൾ സ്കൂട്ടർ എടുത്തില്ല. അപ്പോൾ വരുന്ന വഴി ഗേറ്റ് കടയായിരുന്നു. അപ്പോൾ തീവണ്ടി വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് തീവണ്ടിയൊക്കെ വന്നു. ഇങ്ങനെ അടുത്തൊക്കെ കാണാൻ നല്ല രസമല്ല തീവണ്ടി? ഭയങ്കര രസമാണ്. അപ്പോൾ ആ തീവണ്ടി പോണ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ആരൊക്കെ തൃപ്പൂണിത്തുറയിലുള്ള വടക്കേക്കോട്ട യൗസേപ്പിതാവിൻ്റെ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ പള്ളി എത്താറായി. അപ്പോൾ അതിന് മുമ്പ് ഒരു വഴിയിൽ ഞങ്ങൾ ഓട്ടോ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാമെന്നാണ് വിചാരിക്കണത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടക്കാൻ വേണ്ടി പോവാണ്. കാരണം അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും തിരക്കാണെങ്കിൽ വണ്ടി ഇടാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോണത്. ഞാൻ വീഡിയോ എടുത്ത് പോകുമ്പോഴത്തേക്കും പുള്ളി ബാക്കിൽ നിന്ന് വീഡിയോ എടുത്ത് തന്നായിരുന്നു കേട്ടോ. ഞാനതറിഞ്ഞില്ല, പിന്നെയാണ് എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ അപ്പയും മോളും കൂടി നടന്നു വരികയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിയിട്ട് ഞങ്ങൾ മെഴുകുതിരിയൊക്കെ മേടിച്ചു. എന്നിട്ട് യൗസേപ്പിതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു നന്നായിട്ട്. അതിനുശേഷം ഞങ്ങൾ പോയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചു. പ്രാർത്ഥിക്കാനുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചു. ഈ പള്ളി കല്യാണം കഴിഞ്ഞിട്ട് ആദർശമാണ് കേട്ടോ എന്നെ ഇവിടെ കൊണ്ടുവരണത് ആദ്യമായിട്ട്. അപ്പം തൊട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള പള്ളിയാണ്. ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പള്ളിയാണിത്. അപ്പോൾ മിക്കപ്പോഴും ഈ വഴിയെങ്ങാടും പോയി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കയറാണ്ട് പോകാറേ ഇല്ല. പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ ഇപ്പോൾ പറയണില്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് വിശ്വാസമുള്ളൊരു പള്ളിയും കൂടിയാണിത്, യൗസേപ്പിതാവിൻ്റെ പള്ളി വടക്കേക്കോട്ടയിലുള്ളത്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അകത്ത് കയറി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇതാ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എഴുതിയിടാം. എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ എന്തെങ്കിലും നമുക്ക് സാധിക്കാനുണ്ടെങ്കിൽ യൗസേപ്പിതാവിനോട് ഇങ്ങനെ നമുക്ക് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് എഴുതിയിടാം. അങ്ങനെ ഞങ്ങൾ യൗസേപ്പിതാവിനെ എഴുതിയൊക്കെ ഇട്ടിട്ട് പിന്നെ തിരുനാൾ പ്രമാണിച്ചിട്ട് ഭക്ഷണം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാരൊക്കെ കുറവാണ്. രാവിലെ തൊട്ടേ ആൾക്കാരൊക്കെ വരും തിരുനാൾ പ്രമാണിച്ചിട്ട്. അപ്പോൾ രാത്രിയിലൊക്കെ ആൾക്കാർ വരും കേട്ടോ. രാത്രിയൊക്കെ ചിലപ്പോൾ ആൾക്കാർ കൂടുതലായിരിക്കും. സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ കുറേ വരുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പായസം എടുക്കാനായിട്ട് പോയി. പായസവും ഉണ്ടായിരുന്നിട്ട് നല്ല നുറുക്ക് ഗോതമ്പിൻ്റെ പായസമായിരുന്നു. നല്ല ചൂടോട് കൂടിയുള്ള പായസം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവക്കുട്ടിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊന്നൂസിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് ആസ്വദിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു. യൗസേപ്പിതാവിൻ്റെ തിരുനാൾ പ്രമാണിച്ച് എല്ലാ പള്ളികളിലും ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ മറ്റേ നേർച്ച പായസം ഇല്ലേ, ഡപ്പയിൽ കിട്ടുന്ന അരിയുടെ പായസം ഇല്ലേ, അതും 2 എണ്ണം മേടിച്ചു. ഒരെണ്ണത്തിന് 50 രൂപ, 2 എണ്ണം മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ഓട്ടോ ഇട്ടേക്കണ സ്ഥലത്തോട്ട് പോവുകയാണ്. നടന്ന് പോവുകയാണ്. അപ്പോൾ പള്ളിയിലെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോണത് തൃപ്പൂണിത്തുറയിലുള്ള ഒരു ചെരുപ്പ് കടയിലോട്ടാണ്. എനിക്കും പൊന്നൂസിനും ഇവക്കുട്ടിക്കും ചെരുപ്പ് മേടിക്കണം. അപ്പോൾ കുറേ നാളായി ചെരുപ്പൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഇന്ന് ചെരുപ്പ് അങ്ങോട്ട് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു പേഴ്സും മേടിക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടത്തോളം വന്നതല്ലേ, അപ്പോൾ തൃപ്പൂണിത്തുറയിൽ അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ, നല്ല നല്ല സാധനങ്ങൾ. അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്തേക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഷോപ്പിംഗ് ഒന്നും ഇല്ല, ആകെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മേടിച്ചേക്കാം കൈയോടെ എന്ന് വിചാരിച്ചു.
അങ്ങനെ ഇവക്കുട്ടി ഞാനും കൂടി ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പയും മോളും കൂടി, അതായത് അപ്പയും പൊന്നൂസും കൂടി അപ്പുറത്തോട്ടൊക്കെ പോയി പൊന്നൂസിന് ചെരുപ്പ് നോക്കാനായിട്ട്. അപ്പോൾ ഇവക്കുട്ടിക്ക് എത്ര നോക്കിയിട്ട് അവൾക്ക് മതിയാവണില്ല സത്യം പറഞ്ഞാൽ. കാരണം കുറേ ചെരുപ്പ് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങോട്ട് കൺഫ്യൂഷനായിപ്പോയി അവൾ. അപ്പോൾ ഇങ്ങനെ അവളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെരുപ്പും പേഴ്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ആ കടയിൽ നിന്ന്. ഇവക്കുട്ടിക്ക് പൊന്നൂസിനും ആ ജ്യൂസ് മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് സോഡ ലൈമും കൂടി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അതും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ പോവുക, പരീക്ഷക്കൊക്കെ പഠിക്കണം. ഇവക്കുട്ടിക്ക് പരീക്ഷ തുടങ്ങാൻ പോവാണ്, അപ്പോൾ പരീക്ഷക്കൊക്കെ പഠിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.